കോൺഗ്രസിലെ പരസ്യമായ പൊട്ടിത്തെറിക്ക് പിന്നാലെ KPCCക്കും നേരിട്ടുള്ള പരാതി ജിൻഡോ ജോണിനും VR അനൂപിനും എതിരെ രാജു പി നായരാണ് പരാതി നൽകിയത്. ഇരുവരെയും കോൺഗ്രസ് മീഡിയ പാനലിൽ നിന്നും ഒഴിവാക്കണമെന്നാണ് ആവശ്യം. CPM അജണ്ടയാണ് ഇവരിലൂടെ നടപ്പാക്കുന്നതെന്നും ആരോപണമുണ്ട്. ശ്യാം പ്രസാദ് ഉത്തമൻ ചേരുന്നുണ്ട്. ശ്യാം, ഒരു തമ്മിലടിയായിട്ട് ചേരിതിരിഞ്ഞുള്ള പോരായി ഈ വിഷയം മാറുകയാണോ? KSUവിന് എതിരെ ഉള്ള പരാമർശത്തിൽ VR അനൂപിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നു. ജിൻഡോ ഈ KSUവിന് അനുകൂലമായി നിലപാട് പറയുന്നു. ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? രാജു പി നായരുടെ പരാതിയിൽ പറയുന്നത് എന്താണ്? പ്രതീക്ഷ, അതായത് ഈ സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഈ VR അനൂപും അതോടൊപ്പം തന്നെ ജിൻഡോ ജോണും പറയുന്ന കാര്യങ്ങൾ അത് മറ്റ് ചാനൽ ചർച്ചകളിലും അല്ലെങ്കിൽ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുമ്പോഴും മറ്റും തങ്ങൾക്ക് അതിനെ പ്രതികൂലിക്കാൻ കഴിയുന്നില്ല എന്ന രീതിയിലുള്ള കാര്യമാണ് ഇപ്പോൾ രാജു പി നായർ വ്യക്തമാക്കുന്നത്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് KPCC അധ്യക്ഷനും അതോടൊപ്പം തന്നെ മീഡിയ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിക്കും ഇത്തരത്തിൽ ഒരു പരാതി നൽകിയിരിക്കുന്നത്. ജിൻഡോ ജോണും VR അനൂപും നിലവിലെ ഈ ഒരു മീഡിയ പാനലിൽ നിന്നും ഒരു രണ്ടുപേരെയും ഒഴിവാക്കണം എന്ന ആവശ്യമാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം സർക്കാരിനെ സംബന്ധിച്ച് പല ഘട്ടങ്ങളിലും പ്രതിരോധത്തിലാകുമ്പോൾ സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന നടപടികളും നിലപാടുകളുമാണ് ഇവർ സ്വീകരിക്കുന്നത് എന്നതാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ച് രാജു പി നായർ വ്യക്തമാക്കുന്നത്. CPMന്റെ അജണ്ട ഇവരിലൂടെ നടപ്പാക്കുകയാണോ എന്ന സംശയമുണ്ട് എന്ന് കൂടി അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്യുന്നു. പലപ്പോഴും ഈ ചർച്ചകളിൽ പങ്കെടുക്കുമ്പോൾ ഇവരുടെ നിലപാടുകൾ അതിൽ തങ്ങൾക്ക് പ്രതികരിക്കാതിരിക്കാൻ കഴിയാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. അത് ഒഴിവാക്കണമെങ്കിൽ ഇവർ രണ്ടുപേരെയും ഈ മീഡിയ പാനലിൽ നിന്നും ഒഴിവാക്കണം എന്ന കർശനമായ ഒരു ആവശ്യമാണ് ഇപ്പോൾ രാജു പി നായർ സംബന്ധിച്ച KPCC അധ്യക്ഷനും മീഡിയ പാനലിസ്റ്റുകളുടെ ജനറൽ സെക്രട്ടറിക്കും കൈമാറിയിരിക്കുന്നത്. ശരി, ശ്യാം പ്രസാദ് ഉത്തമനാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ 2 മാസം പൂർത്തിയാകുന്നതിനുള്ളൂ ഈ സർക്കാർ വന്നിട്ട്. അപ്പോൾ ഗ്രൂപ്പ് പോര് പരസ്പരം ചേരി തിരിഞ്ഞുള്ള ചെളിവാരിയെറിയൽ തുടരുകയാണ് ഇപ്പോൾ കോൺഗ്രസിൽ.